നിങ്ങളുടെ തറവാട്ടിലുള്ള ദേവീനെ നോക്കാണ്ട് ലോകത്തൊരമ്പലത്തും പോയിട്ടും കാര്യമില്ല. ഇപ്പൊ ഉള്ളതാണ് പുതിയ ജ്യോതിഷന്മാർ വന്നാൽ എല്ലാ ദേവിമാരും ആ വായിച്ചിട്ട് കൊടുങ്ങല്ലൂർ സമർപ്പിക്കും. അത് ചെയ്ത സ്ഥലമൊക്കെ മുടിയും. ആ കാര്യത്തിന് നിൽക്കരുത്. നശിച്ച് നാരായണക്കലർക്കും എത്ര തലമുറകൾ നമുക്കറിയാം. അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളുടെ ദേവതകളെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ആ കുടുംബം മുടിയും. അവിടെ 5 മരണമാണ് കുടുംബത്തിൽ നടന്നത്. 5 മരണത്തിന് ശേഷം ഇവര് നല്ലൊരു പണ്ഡിതനായ ഒരാളെ കണ്ടപ്പോൾ പരദേവത ബാധയായിരുന്നു. തൊട്ടടുത്ത വീട്ടുകാര് മീൻ കഴുകിയ വെള്ളം ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കൊണ്ട് ഒഴിക്കും, അമ്പലത്തിലേക്ക് ഒഴിക്കുകയാണ്. ഒരു മുസ്ലിംസ് ഏരിയയാണ്. ഇതിൽ കേരളത്തിൽ പ്രധാനമായിട്ടും മലയാള ഭാഷാ മന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ധ്യാനങ്ങളൊന്നുമല്ല. ഇപ്പൊ ശ്രീകുറുമ്പ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. എത്ര പേർക്കറിയാം ശ്രീകുറുമ്പ ഭഗവതിന്റെ മന്ത്രം? കൃത്യമായിട്ട് മലയാള ഭാഷാ മന്ത്രമുണ്ട്. ഒരു തുടക്കം ഞാൻ പറയാം. ശ്രീ കുറുമ്പേ കുറുമ്പേ മേലാകാശ കുറുമ്പേ. ഇന്നിപ്പോ ഈ കാളീനെ ശ്രീഭദ്രകാളീനെ കൃത്യമായിട്ട് പൂജിക്കുന്ന ഒരു തറവാടും ഒരു കാവും നിലവിൽ കേരളത്തിലില്ല. അല്ലാണ്ട് ഒരു കോമത്തിനും കാവിലെ ഭഗവതി നേരിട്ട് ശരീരത്തിൽ വന്ന് കയറുന്നതല്ല. ആ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുണ്ടലിനി ശക്തി ഉണരുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? വർഷത്തിൽ കൊടുങ്ങല്ലൂർ 10,000 കോമരങ്ങൾ ദേവീനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പുരാണ ഗ്രന്ഥങ്ങളിൽ കാളി പുരാണത്തിൽ പറയുന്നത് ഒരു തുള്ളി രക്തമെങ്കിലും വേണം കാളി പ്രസാദിക്കാൻ. നമ്മൾ എന്തെല്ലാം പൂജ ചെയ്താലും ലാസ്റ്റ് ഘട്ടത്തിലൊരു തുള്ളി രക്തം തുഞ്ചത്ത് വേണം. നാക്കര തുഞ്ചത്തുണ്ടെങ്കിൽ കാളി പ്രസാദിക്കും. രക്തം കൊടുത്താലേ കാളി പ്രസാദിക്കും. വേറെ ഇനി എന്ത് നേദ്യങ്ങളോ വെച്ചാലും കാളി പ്രസാദിക്കും. രക്തത്തോടാണ് അമ്മയ്ക്ക് താല്പര്യം. രക്തദാഹത്തോടു കൂടി നിൽക്കുന്നതാണ് കാളി എന്ന് പറഞ്ഞാൽ കാലത്തെ കാക്കുന്നവൾ എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ എന്തെല്ലാം ശക്തികൾ നശിച്ചു പോയാലും കാളി എന്ന് ഭൂമിയിൽ ആ ശക്തി നിലനിൽക്കുന്നതാണ് പുരാണം പറയുന്നത്. പക്ഷേ ചിലർ പറയുന്നത് രക്തം കൊടുത്തു കഴിഞ്ഞാൽ കുലം മുടിയും, അതേപോലെ തന്നെ ആ രക്തം കൊടുത്ത് അവസാനം നിന്നെയും ആ ദേവത ഇല്ലാതാക്കും. അല്ലെങ്കിൽ പറഞ്ഞു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 1889 ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കർമ്മങ്ങളാണ് ഇന്നീ തലമുറയിൽ അച്ഛനായാലും ഇപ്പോൾ 35 വർഷമായിട്ട് ഞാൻ ചെയ്തു പോരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുതി നടക്കുന്നത് കൊടുങ്ങല്ലൂർ ദേശത്തിൻ്റെ ഗുരുതി നടക്കുന്ന പുലക്കാവിലാണ്. മീനമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ദേശഗുരുതി. ആ ദേശഗുരുതി കൊടുങ്ങല്ലൂർ ദേശത്തിൻ്റെ ഗുരുതിയാണ്. ഈ ദേശത്തോടു കൂടി നിൽക്കുന്ന സകല ദുരിതങ്ങളെയും ആപത്തുകളെയും ആവാഹിക്കുന്നത് പുലക്കാവിലാണ്. അന്ന് അമ്മയ്ക്ക് നടക്കുന്ന മഹാഗുരുതിയാണ്. ആ ഗുരുതിയിൽ ആട് കോഴി വെട്ടിയാണ് അമ്മയ്ക്ക് ദാഹം തീർക്കുന്നത്. സകല ദുരിതങ്ങളെയും ആവാഹിക്കുന്നതിരിക്കുകയാണ്. വർഷം കഴിയുന്തോറും ആ ബലി കൊടുക്കുന്ന ജന്തുക്കളെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്കാർക്ക് ഇത് കൊടുത്ത് കാര്യം നടക്കുന്നുണ്ട്. കാര്യസാധ്യമുള്ളിടത്ത് ആൾക്കാർ പോകും, കാര്യസാധ്യമില്ലാത്ത ആൾക്കാർ പോവില്ല. നമ്മൾ കൊണ്ടിരിക്കുന്നില്ല. അവരെ കാര്യം സാധിച്ചതിന് ശേഷമാണ് ഈ ആടായാലും കോഴിയായാലും കൊണ്ടുവരുന്നത്. സാധിച്ചതിന് ശേഷം, സാധിക്കുന്നതിനേക്കാൾ മുമ്പല്ല. ഈ വർഷം അദ്ദേഹം കഴിഞ്ഞ വർഷം ആള് കോട്ടയത്തുള്ളതാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം വന്നിവിടെ പ്രാർത്ഥിച്ചു പോയി. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഉള്ള മൊത്തം കാറുകൾക്ക് എയർ ബാഗ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് അദ്ദേഹത്തിന്. എയർ ബാഗ് ഇവിടെ വിദേശ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആൾ വന്ന് പ്രാർത്ഥിച്ചു പോയി. ആൾ കഴിഞ്ഞ മകരെ താല്പര്യക്കുമ്പോൾ ആളിവിടെ വന്നിട്ട് പറഞ്ഞു ഈ വർഷത്തെ എല്ലാ ചടങ്ങും എൻ്റെ വകയാണ്. ആളുടെ വകയായിരുന്നു 11 ആട്. ആളുടെ വകയായിരുന്നു കളം ഗുരുതി എല്ലാം. ആളുടെ വകയായിരുന്നു മഹാ അന്നദാനം വരെ. കാര്യം സാധിച്ചിട്ടാണല്ലോ ചെയ്തത്. ആളൊരു ക്രിസ്ത്യാനിയാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ ആരാധനയെ ഭഗവതിനെ തിരസ്കരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇത് ഏറ്റെടുക്കുകയാണ്. കൃത്യമായിട്ട് ഈ ഭഗവതിനെ ഉപാസിക്കുകയാണ്. അദ്ദേഹം ഇവിടുത്തെ ഭക്തനായി. അതിൻ്റെ അനുഭവവും കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ചൈതന്യമാണ്. ദേവന്മാർ പോലും ഈ ഭഗവതിനെ ഉപാസിക്കാനുള്ള ഗുരുതി രക്തമാണ്. നമ്മളത് കഴിഞ്ഞാൽ ആ ഗുരുതി ടിന്നുകളും പാത്രങ്ങളിലും എല്ലാവരും കൊണ്ടുപോകണ പ്രസാദമായിട്ട് അത് കൊണ്ടുപോയി ഉണക്കി വെച്ചിട്ട് അത് ഉണക്കി സൂക്ഷിച്ചിട്ട് അതാത് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അത് നല്ല ശുദ്ധമായ ജലത്തിൽ ചാലിച്ച് നെറ്റി കുടികൂടുകയാണ്. ഇപ്പോൾ തന്നെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിപ്പോൾ അവിടുത്തെ ദേവതയെ പൂജിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ഈ വായ്ത്താരികളാണ് മന്ത്രത്തിന്റെ രൂപത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ വായ്ത്താരികളാണോ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അകത്ത് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്? അതോ വായ്ത്താരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മനെ തുടി കൊട്ടി ഉണർത്തിയെന്ന് വെച്ചാൽ പുലത്തുടി എന്നാണ് പറയുക. ആ തുടി കൊട്ടി കേട്ടാൽ അമ്മ ഉണരുന്നാണ് പറയുക. അത് വായ്ത്താരിയോടുകൂടിയാണ് പുലത്തുടി കൊട്ടി ഉണർത്തുക. ഇന്ന് പൂർവികരെല്ലാം മൺമറിഞ്ഞു പോയി. പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളുടെ ധ്യാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാളി മേഘ സമപ്രഭ അങ്ങനെ തുടങ്ങുന്ന അല്ലെങ്കിൽ ഭദ്രകാളി ധ്യാനങ്ങളായിരിക്കാം. അപ്പോൾ കൊടുങ്ങല്ലൂരും ഈ ധ്യാനം തന്നെയാണോ വരുന്നത്? അതോ അവിടുത്തെ ദേവതാ ക്ഷേത്രത്തിന് മറ്റൊരു രീതിയിലാണോ?
ഇതിൽ കേരളത്തിൽ പ്രധാനമായിട്ടും മലയാള ഭാഷാ മന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ധ്യാനങ്ങളൊന്നുമല്ല. ഇപ്പം ശ്രീകുറുമ്പ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. എത്ര പേർക്കറിയാം ശ്രീകുറുമ്പ ഭഗവതിൻ്റെ മന്ത്രം? കേരളത്തിൽ അങ്ങോളം എങ്ങോളോ ഈ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ ശ്രീകുറുമ്പ തന്നെയാണ് ഭദ്രകാളി, പിന്നെ ഒരു നാമം തിരുവാണി എന്നാണ്. ഇങ്ങനെ 3 നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു ഭഗവതി തന്നെയാണ് ഈ ശ്രീകുറുമ്പ ഭഗവതിനെ. ഇവിടെ പൂജ ചെയ്യുന്ന അവർക്ക് എത്ര പേർക്കറിയാം ഈ ഭഗവതിൻ്റെ മന്ത്രം? കൃത്യമായിട്ട് മലയാള ഭാഷാ മന്ത്രമുണ്ട്. ഒരു തുടക്കം ഞാൻ പറയാം. ശ്രീ കുറുമ്പേ കുറുമ്പേ മേലാകാശ കുറുമ്പേ ഈരേഴ് ലോകവും നിറയപ്പെട്ട കുറുമ്പേ. അത്ര മതി. ഇപ്പൊ ഭദ്രകാളിൻ്റെ ആണ് കാളി കാളി മായാകാളി കരാളി, ഇടത് കൈയിൽ പാത്രവട്ടകിയും വലത് കൈയിൽ പള്ളിവാളും, അറുത്തു കുടിക്കും എന്നമ്മേ തുടങ്ങുന്ന മന്ത്രങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ ഉപാസിച്ചത്. അല്ലാണ്ട് കാളി മേഘസമപ്രഭാവമല്ല, ഇവർ ജപിക്കുന്ന മൂലമന്ത്രങ്ങളുമല്ല. മനസ്സിലായി? ഈ മലയാള ഭാഷാ മന്ത്രങ്ങൾക്ക് ഈ വിളിച്ചു ചൊല്ലലിനും ഭയങ്കര പ്രാധാന്യമാണ്. അത് ഓരോ നാട്ടാചാരപ്രകാരം, കുലാചാരപ്രകാരം, ദേശാചാരപ്രകാരം, തറവാട് പ്രകാരത്തിലൊക്കെ മന്ത്രങ്ങളും ധ്യാനങ്ങളൊക്കെ മാറുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നമ്മുടെ പൂർവികന്മാരെ താളിയോല ഗ്രന്ഥങ്ങളിൽ നോക്കും, ഇതൊക്കെ മലയാളത്തിലാണ്, സംസ്കൃതത്തിലല്ല ഉള്ളത്. അത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ മന്ത്രങ്ങൾ സംസ്കൃതമല്ല, മലയാളമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ മന്ത്രങ്ങളെന്നല്ല, കാളിയുള്ള സ്ഥലത്തുള്ള മന്ത്രങ്ങളൊക്കെ മലയാളത്തിലാണ്. ഇന്നിപ്പോൾ ഈ കാളീനെ ശ്രീഭദ്രകാളീനെ കൃത്യമായിട്ട് പൂജിക്കുന്ന ഒരു തറവാടും ഒരു കാവും നിലവിൽ കേരളത്തിലില്ല. ഈ ഭഗവതിന്റെ രൂപം മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുൻപ് കാലത്തുള്ള പീഠങ്ങൾ മാറ്റിയിട്ടുണ്ടാവും, നേദ്യങ്ങൾ മാറ്റിയിട്ടുണ്ടാവും, പുറത്തു നിന്നുള്ള നമ്പൂരിമാരല്ല തന്ത്രിമാരെ ഇതിലേക്ക് കയറ്റിയിട്ടുണ്ടാവും, അവരെ രീതിയിലുള്ള പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ഭഗവതിനെ പൂജിച്ചത്. നമ്മുടെ പൂർവികന്മാരാരും മണ്ടന്മാരല്ല. ഈ ഭഗവതിന്റെ അടുത്ത് ഗുരുവായിട്ട് ആരാധിക്കുന്നത് നമ്മുടെ പൂർവികനായ ഒരു യോഗീശ്വരനെയാണ്. അദ്ദേഹത്തിന്റെ തപശക്തിയാകുന്ന കുണ്ടലിനി ശക്തിനെയാണ് ആ പീഠത്തിൽ വരുന്ന കാലത്ത് ഗുരുമുത്തപ്പൻ എന്ന് പറയും. വരുന്ന കാലത്ത് വരുന്ന തലമുറക്ക് ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചൈതന്യത്തിനെയാണ് പീഠത്തിലോ പലകയിലോ കുടിവെച്ചത് തറവാട്ടിൽ. നാളെ കാലത്ത് ചിലപ്പോൾ വരുന്ന തലമുറ കടിച്ച പഴത്തിന്റെ ബാക്കി വെച്ച് കഴിഞ്ഞാലും ഭഗവതി കോപിക്കാതെ അവരെ ഇടവും വലവും മുമ്പിലും പിമ്പിലും നിന്ന് രക്ഷ ചെയ്യാനും ഐശ്വര്യവും അഭിവൃദ്ധിയും ധനധാന്യ രത്നസമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്തു കൊടുക്കാൻ സങ്കല്പിച്ചിട്ടാണ് ആ യോഗീശ്വരൻ ഈ ദേവീ കലയിലേക്ക് ലയിച്ചത്. അതാണ് നമ്മുടെ എല്ലാം ശ്രീകോവിലിൻ്റെ അകത്തുള്ള ആദി ഗുരു അഥവാ ഗുരുമുത്തപ്പൻ. അവരെ കുണ്ടലിനി ശക്തിയാണ് എന്ത് ഈ ഭഗവതി. പുറത്ത് നാഗമുണ്ടെങ്കിൽ ആ അരയാൽ ചോട്ടിൽ ആയിരുന്നു ഈ യോഗീശ്വരൻ ഉപാസിച്ചത്. അദ്ദേഹത്തിന്റെ കുണ്ടലിനിയാണ് നാഗം. ഇതിനെ നമ്പൂതിരിമാരെ വിളിച്ചിട്ട് പൂജിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ കുലം മുടിയും. നമ്മുടെ നാഗങ്ങളെ നമ്മുടെ ദേവിനെ നമ്മൾ തന്നെ പൂജിക്കണം. ഈ ഭഗവതിൻ്റെ ഈ ഗുരുവിൻ്റെ ചൈതന്യം ഈ ഭഗവതി ഉള്ളത് നമ്മുടെ കുണ്ടലിനിയിലാണ്. നമ്മുടെ കുണ്ടലിനി ശക്തിയാണ്, നമ്മുടെ പ്രാണശക്തിയാണ് നമ്മുടെ ഗുരുവും നമ്മുടെ ദേവതയും. ഇതിനെ വേറൊരാളെ കൊണ്ട് പൂജിപ്പിക്കുമ്പോൾ സ്വന്തം അമ്മൻ ആരാനെ കൊണ്ട് പൂജിപ്പിക്കുന്നതിന് സമമാണ്. അത് ദുരിതം തരും. ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നേദ്യം ഭഗവതിക്ക് വെച്ചു കൊടുത്താൽ മതി. അതിലും വലിയ ശ്രേഷ്ഠത വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ കാവുകൾ, അതായത് പഴയകാല തറവാടുകളിലെ കാവുകളല്ല. പണ്ട് കാലങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും ഒരു തറവാട്ടിൽ ഒരു കുടുംബ ക്ഷേത്രം ഉണ്ടാവും. അത് ചിലത് പതി എന്ന് പറയും, ചിലത് ധർമ്മദൈവസ്ഥാനം എന്ന് പറയും. അത് പണ്ട് പൂർവികര് അവർക്ക് വെച്ചാരാധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ധർമ്മദൈവസ്ഥാനം. ഇന്നൊരു മിക്ക സ്ഥലങ്ങളിൽ ധർമ്മദൈവങ്ങളൊന്നും ഇല്ല, തറയുന്നില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് അതിനോട്, പക്ഷെ അതെല്ലാം എടുത്ത് കളഞ്ഞവര് നശിച്ച് ദുരിതങ്ങളിലാണ് നിൽക്കുന്നത്. ഒരുപാട് പുതിയ ചില ജ്യോത്സ്യന്മാര് പഠിച്ചു വന്നിട്ട് പറയാം അതിനെ നീക്കം ചെയ്യണം, നിങ്ങളുടെ പൂർവികർ ചെയ്തിരുന്നതാണുള്ള ബലിയോ കർമ്മങ്ങളോ ഗുരുതികളോ കൊടുക്കരുത്, ഇനി പുതിയൊരു ദേവതനെ ഇരുത്തണം, ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള നീതികൾ കൊടുക്കണം എന്ന് പറയും. പക്ഷെ അത് ദേവത കൈക്കൊള്ളുകയില്ല. ഇതിനെ പഠിച്ച് സേവിച്ച ഒരാളുണ്ടാവും. ഏത് തറവാട്ടിലും ഇതിനെ പഠിച്ച് സേവിച്ച ഒരു ഗുരുമുത്തപ്പൻ ഉണ്ടാവും. ആ ഗുരുമുത്തപ്പനൊന്നും പിന്നെ സ്ഥാനം ഉണ്ടാവില്ല. അവരിരുത്തുന്ന ആ ദേവത മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഈ കണ്ട കാലം ഒരു ആയുസ് മുഴുവൻ ഹോമിച്ചിട്ടാണ് ഒരു ഗുരുവായി തീരുന്നത്. അദ്ദേഹത്തിനൊന്നും സ്ഥാനം ഉണ്ടാവില്ല അവിടെ. പിന്നീട് ആ തറവാട് നശിച്ച് പുതിയ ജ്യോത്സ്യന്മാർ അദ്ദേഹത്തിന് ആവാഹിച്ച് തിരുനാവായില സമർപ്പിക്കാൻ പറയും. ആദ്യം തന്നെ ഈ ദേവതന്റെ സ്വഭാവം മാറ്റും. പണ്ട് കാലങ്ങളിൽ ഒരു തറവാടുകളിലും കാവുകളിലും ജ്യോതിഷ പ്രശ്നചിന്ത നടന്നിരുന്നില്ല. കോമരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് ദേവതക്ക് കൊടുത്ത് പൂജിച്ച സമയത്ത് തറവാട്ടിലുള്ള ഏതെങ്കിലും നാരി സ്ത്രീകളിലോ അല്ലെങ്കിൽ പുരുഷന്മാരിലോ ഈ ദേവതന്റെ ആവേശമുണ്ടായി കൃത്യമായിട്ടുള്ള കൽപ്പന പറഞ്ഞിരുന്നു. അവിടെ ജ്യോതിഷന്മാരെ അകത്ത് കയറ്റേണ്ട ആവശ്യമില്ല. ഇന്ന് സമ്പ്രദായം നമ്പൂതിരിനെ കൊണ്ട് വന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ ജ്യോതിഷന്മാർ മാസം പ്രശ്നം വെക്കുന്ന സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ദുരിതം തീരുന്നുമില്ല. എന്താണ് കാരണം? അതിൻ്റെ കുലാചാരങ്ങൾ നശിച്ചതാണ് അതിൻ്റെ കാരണം. കുലാചാരങ്ങൾ കൃത്യമായിട്ട് തുടരുന്നതാണെങ്കിൽ അവിടെ കോമരങ്ങൾ ഉണ്ടാവും, ഭഗവതിൻ്റെ കൽപ്പന ഉണ്ടാവും. ഇതൊന്നും ഇപ്പം പൂർണ്ണതയിൽ ഒരു സ്ഥലത്തുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട മൂല കാരണം ഈ ഭഗവതിൻ്റെ ആരാധന തകിടം മറിച്ചതാണ്, സമ്പ്രദായം മാറ്റിയതാണ്. ഈ എല്ലാ കോമരങ്ങളിലും ദേവി ആവേശിക്കുന്നുണ്ടോ? ഈ കോമരങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടാ പിങ്കള നാഡിയുടെ മധ്യത്തിൽ സുഷുമ്നാ നാഡിയുണ്ട്.
ഈ സുഷുമ്നാ നാഡിയുടെ അടിയിൽ മുതൽ നമ്മുടെ ഈ സഹസ്രാരപത്മം വരെ ആജ്ഞാചക്രം വരെ 6 ചക്രങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ചക്രങ്ങൾ ഇവിടെയാണ് സാക്ഷാൽ ഭൈരവൻ ഇരിക്കുന്നത്. കുണ്ടലിനി ശിവ എന്നല്ല പറയുന്നത്, കുണ്ടലിനി ശക്തിയാണ്. ശക്തി എന്ന് പറയുമ്പോൾ ഭഗവതിയാണ്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് വൈബ്രേഷൻ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സംഭവിക്കുന്നത് ആ ദേവതന്റെ ചൈതന്യം, അതിപ്രസരമായിട്ടുള്ള ചൈതന്യം നമ്മുടെ ശരീരത്തിലുള്ള കുണ്ടലിനി ശക്തി ഉണർത്തുന്നതാണ്. ഈ ചൈതന്യം മൂലാധാര ചക്രം, സ്വാധിഷ്ഠാനം കഴിഞ്ഞ് മണിപൂരകത്തിലേക്ക് എത്തിപ്പെടാണ്ട് നിൽക്കും. ആ സമയത്താണ് കോമരത്തിന് എന്ത് വരുന്നത്? വൈബ്രേഷൻ വരുന്നത്. മണിപൂരക ചക്രത്തിലേക്ക് ഈ ചൈതന്യം മാഞ്ഞടിക്കുന്ന സമയത്താണ് നമുക്ക് വൈബ്രേഷൻ വരുന്നത്. ആ സമയത്ത് നമ്മൾ ആ ദേവതയായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഭക്തന്റെ കൽപ്പന നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർന്നുകൊണ്ടാണ്. അല്ലാണ്ട് ഒരു കോമരത്തിനും കാവിലെ ഭഗവതി നേരിട്ട് ശരീരത്തിൽ വന്ന് കയറുന്നതല്ല. ആ ദേവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുണ്ടലിനി ശക്തി ഉണരുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? ഉള്ളിലുള്ള ഭഗവതിയാണ് ശരീരത്തിൽ ഉള്ളതെങ്കിൽ ഒരു കോമരവും ശ്രീകോവിൽ നോക്കിയിട്ട് ആടേണ്ട ആവശ്യമില്ല. ഏത് ക്ഷേത്രം എടുത്താലും കോമരം ശ്രീകോവിൽ നോക്കി ഭഗവതിനെ നോക്കി പറയുന്നത് കാണാം, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുണ്ടലിനിയാണ് ഉണരുന്നത്. ആ ഭഗവതിന്റെ ചൈതന്യമുണ്ട്. അതിപ്രസരം കൊണ്ട് ചില താപയിലുള്ള ജീനിലുള്ള ഭഗവതിക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഈ ചൈതന്യം എത്തിപ്പെടുന്നു. അപ്പൊ എന്നിട്ട് ഈ ചൈതന്യം ഉണർന്ന് ഈ മണിപൂരക ചക്രത്തിലേക്ക് ആഞ്ഞ് വീശുന്ന സമയത്താണ് നമ്മൾ ഉറയുന്നതും കൽപ്പന പറയുന്നതും ഒക്കെ. ഈ ഭഗവതിയായിട്ട് ബന്ധം സ്ഥാപിക്കാനാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ശ്രീകോവിൽ നോക്കി കൽപ്പന പറയുന്നതും ശ്രീകോവിൽ നോക്കി ആടുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഭഗവതി പൂർണ്ണമായിട്ട് ഒരാളെ ശരീരത്തിലേക്ക് കയറുന്നതല്ല. വർഷത്തിൽ കൊടുങ്ങല്ലൂർ 10,000 കോമരങ്ങൾ ദേവീനെ നോക്കിയിട്ട് ഉറയുന്നുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. അമ്മ ഇരിക്കുന്നത് അകത്തും അമ്മയുടെ ചൈതന്യം കൊണ്ട് ഇവരുടെ കുണ്ടലിനി ശക്തി ഉണരുന്നതാണ്. ഇത് തന്നെയാണ് താന്ത്രികന്മാരും യോഗീശ്വരന്മാരൊക്കെ കൃത്യമായിട്ട് ഓരോ സ്ഥലത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ ഈ ചൈതന്യത്തിനെ ഉണർത്താണ് ചെയ്യുന്നത്. 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജീവിച്ചിട്ട് കിട്ടുന്നതിൽ അപൂർവ ജന്മമാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മം ഉള്ളത് നമുക്ക് മോക്ഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെന്ത് വേണം? ധ്യാനം ചെയ്യണം. കലികാലത്ത് കേവലം നാമജപം മാത്രം മതി ഇതിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കിയുള്ള മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് ജനനമരണ ചക്രങ്ങളെ വേദിക്കാണ്ട് നിൽക്കും. നമ്മുടെ ഈ ആത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കണം. അതിനെന്ത് വേണം? മന്ത്രജപം വേണം. കൃത്യമായിട്ട് ഈ ചൈതന്യത്തിന് കുണ്ടലിനി ശക്തിനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഹതം, വിശുദ്ധി കഴിഞ്ഞ് ആജ്ഞാചക്രം, അതും കഴിഞ്ഞ് സാക്ഷാൽ കാലഭൈരവൻ മഹാഭൈരവനായിട്ടുള്ള യോഗീശ്വരനിലേക്ക് അല്ലെ മഹാഭൈരവനിലേക്ക് സാക്ഷാൽ പരമേശ്വരനിലേക്ക് ലയിപ്പിക്കണം. അതാണ് എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയും 6 അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണായോ ശിവശമ്മു. ഇങ്ങനെ ഈ ദേവിനെ ആര് ഉപാസിക്കണം നടത്തത്? സ്വന്തം കുലദേവതന് ഉപാസിക്കണം, സ്വന്തം പരദേവതന് ഉപാസിക്കണം. കാരണം അതിനെയാണ് പൂർവികന്മാർ ഉപാസിച്ചത്. നിങ്ങളുടെ തറവാട്ടിലുള്ള ദേവിനെ നോക്കാണ്ട് ലോകത്തൊരമ്പലത്തും പോയിട്ടും കാര്യമില്ല. ഇപ്പൊ ഉള്ളതാണ് പുതിയ ജ്യോതിഷന്മാർ വന്നാൽ എല്ലാ ദേവിമാരെ ആവാഹിച്ചിട്ട് കൊടുങ്ങല്ലൂർ സമർപ്പിക്കരുത്. അത് ചെയ്ത സ്ഥലമൊക്കെ മുടിയും. ആ കാര്യത്തിന് നിൽക്കരുത്. നശിച്ച് നാരായണക്കലർക്കും എത്ര തലമുറകൾ നമുക്കറിയാം. അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളുടെ ദേവതകളെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ആ കുടുംബം മുടിയും. ഓരോ കാവുകളിൽ അവിടെ യോഗീശ്വരന്മാർ ആരാധിച്ച ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം, അത് നമ്മുടെ അഭിവൃദ്ധിക്കുള്ളത്. അതിനെ നോക്കാണ്ട് നമ്മൾ ഈ ലണ്ടനിൽ പോയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ ഭഗവതിനെ ചില ജ്യോതിഷന്മാരുടെ നിർദ്ദേശപ്രകാരം ഭഗവതിനെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ, നാഗത്തിനെ ആവാഹിച്ചു അണ്ണാർശാല, പാമ്പ്, ഒരു കാര്യമില്ല. അതൊക്കെ പൂർവ്വ ചൈതന്യത്തോടു കൂടി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ആരും ചെയ്യരുത്. പറ്റുന്നത് ഇത്തരം ജ്യോതിഷന്മാരെ, സമ്പ്രദായ വിഡ്ഢികളായ ജ്യോതിഷന്മാരാ, ഇത് പഠിക്കാത്ത ജ്യോതിഷന്മാരാ, ദേശമായിട്ട് ബന്ധപ്പെടാത്ത ജ്യോതിഷന്മാരാ, അതാത് തറവാട്ടിലേക്ക് പ്രശ്നം വെക്കുമ്പോൾ ക്ഷണിക്കാണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല രീതിയിൽ മനസ്സാർട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ആ ഭഗവതി ഏതെങ്കിലും ഒരാളിലേക്ക് ആവേശിച്ച് വരും. അയാൾ കൃത്യമായിട്ട് ആ ഭഗവതിൻ്റെ കൽപ്പന പറയും. അതാണ് വേണ്ടത്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അവർക്ക് നോക്കാനും കാണാനും കഴിയാതെ വരുന്നത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, ഇപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്ന കാലത്ത് നോക്കി പിന്നീട് അവർക്ക് നോക്കാൻ കഴിയുന്നില്ല. വിളക്ക് കത്തിക്കാനോ ക്ഷേത്രപൂജ നടത്താനോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടത്താനോ ഒന്നും കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യും? അതേപോലെ ആൾക്കാർ നമ്മൾ സമീപിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു 3-4 കേസ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനഃപ്രതിഷ്ഠയാണ് രണ്ടാമത് ഒരു കൊണ്ടുവരുന്നത്. ദുരിതങ്ങളും മൃത്യുവും അപകടങ്ങളും തൂങ്ങി മരണവും വെള്ളത്തിൽ ചാടി മരണവും സംഭവിക്കുമ്പോൾ ഇവരതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരദേവത ബാധയായി തിരിഞ്ഞു എന്ന് പറയും. പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മദൈവം. അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സമ്പ്രദായത്തിലേക്കാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ മുഴുവൻ തിരിച്ചു വരുന്നത്. അല്ല, പലപ്പോഴും ആളുകൾ ജ്യോത്സ്യം പറഞ്ഞിട്ട് വെള്ളത്തിൽ ഒഴുക്കി കളയാൻ മുമ്പ് ഇതേമാതിരി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടിയിൽ അവർ 35 കുടുംബക്കാരൊരു പരദേവത സ്ഥാനം ഉണ്ടായിരുന്നു. ഇവർ ജോലിക്കാരും വലിയ വലിയ ജോലിക്കാരൊക്കെ, വിദേശത്ത് ജോലിക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയപ്പോൾ പരദേവതനെ തിരിഞ്ഞു നോക്കിയില്ല. ക്ഷേത്രം ഇടിഞ്ഞു, വിഗ്രഹത്തോടുകൂടി മേൽക്കൂരി ഇടിഞ്ഞു, വിഗ്രഹത്തിന്റെ മുകളിൽ വീണ് നശിച്ചു.
അവിടെ 5 മരണമാണ് കുടുംബത്തിൽ നടന്നത്. ആ 5 മരണത്തിന് ശേഷം ഇവർ നല്ലൊരു പണ്ഡിതനായ ഒരാളെ കണ്ടപ്പോൾ പരദേവത ബാധയ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒഴിവാക്കി നമ്മളെ സമീപിക്കുകയും ചെയ്തു. ഞാൻ അവിടെ സത്യത്തിൽ ചെന്നപ്പോൾ എനിക്ക് തന്നെ വിഷമമായിപ്പോയി. തൊട്ടടുത്ത വീട്ടുകാർ മീൻ കഴുകിയ വെള്ളം ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കൊണ്ട് അമ്പലത്തിലേക്ക് ഒഴിക്കുകയാണ്. ഒരു മുസ്ലിംസ് ഏരിയയാണ്, കടലുണ്ടി.